സിസ്റ്റർക്ക് കൂടുതൽ വിശദമായിട്ട് പറയാൻ കഴിഞ്ഞേക്കും. സിസ്റ്റർ, ഈ ആവിർഭാവ് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? പേരുകളുടെ കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പോ കന്യാകുമാരി ബിഷപ്പ്, അങ്ങനെ ചില ബിഷപ്പുമാരുടെ പേര് നാരായണ സ്വാമി എന്നൊക്കെയാണ്. അപ്പോ നാരായണ സ്വാമി എന്ന പേരുള്ള ബിഷപ്പ് വരെ ഉണ്ട്. അപ്പൊ പേര് വെച്ചുകൊണ്ട് ഒരാൾ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. സിസ്റ്റർ പറയട്ടെ, അല്ല അവർ ക്രൈസ്തവരാണോ എന്നുള്ള കാര്യം. സാറേ, കൃത്യമായിട്ട് ഞാനിപ്പം അദ്ദേഹം പറഞ്ഞ അതേ കാര്യം പറഞ്ഞത് ആരംഭിക്കാൻ തുടങ്ങിയതാണ്. പേര് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ ഐഡന്റിറ്റി നിശ്ചയിക്കുക? ഇന്നത്തെ കാലഘട്ടത്തില് പേരുകൾ വ്യത്യസ്തമായിട്ടാണ് അവരവർക്ക് ഇഷ്ടമുള്ള പേരുകൾ. സോറി, എന്തോ മതം? സാറേ, അവര് വർഷങ്ങളായിട്ട് ക്രൈസ്തവരായിട്ട് വിശ്വാസത്തോടെ ജീവിക്കുന്ന ആളുകളാണ്. അവര് മതം മാറിയതാണോ എന്നുള്ളതല്ല സാർ പറഞ്ഞ, എനിക്ക് ക്ലിയർ അല്ല. ക്രിസ്ത്യാനികളായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ് എന്ന് ലീഗലി തെളിയിക്കാൻ പറ്റുമോ? സാറേ, അവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ്, തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളാണ് അവര്. അവരുടെ പാരന്റ്സ് ക്രിസ്ത്യാനികളാണ്. അവര് ക്രിസ്ത്യൻസ് ഫാമിലിയിൽ നിന്നുള്ളവരാണ് വന്നിട്ടുള്ളവര്. സാറ് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ ടെക്നിക്കലി എന്തെങ്കിലും എറാൻ തോന്നുന്നു. ശരിയാണ്. അതിനൊന്ന് ക്ലാരിഫിക്കേഷൻ വരുത്തൂ സിസ്റ്റർ. എങ്ങനെയാണ് ഇതിപ്പോൾ പറയുന്നുണ്ട്? ഇപ്പോൾ നേരത്തെയും ഹിന്ദു ഐക്യവേദി ഇത് പറഞ്ഞിരുന്നു, അവർ ക്രൈസ്തവരല്ല എന്നുള്ള കാര്യം. അതിനുള്ള തെളിവുകൾ എന്താണ്? ഈ മതപരിവർത്തനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് ഇവരുടെ വാദം. അതിനുള്ള മറുപടി പറയൂ സിസ്റ്റർ ആൻസി പോൾ. സാറേ, ഒരാള് ക്രിസ്ത്യാനി, ഞാനൊരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വിശ്വാസം സ്വീകരിച്ചു കഴിയുമ്പോഴാണ്, മാമോദിസ സ്വീകരിച്ചു കഴിയുമ്പോഴാണ്. അതൊരു പക്ഷേ എൻ്റെ പാരന്റ്സ്, അതിന്റെ പൂർവികർ അങ്ങനെ വരുന്നു. ഇനി ഈ കാലഘട്ടത്തിൽ എനിക്ക് പോലും, ഞാനിപ്പോൾ വേറൊരു മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുസരിച്ച് നമ്മൾക്ക് ഏതു സമയത്തും നമുക്കൊരു മതം വിശ്വാസം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാലയളവ് എനിക്ക് നിശ്ചയമില്ല. തീർച്ചയായിട്ടും ഞാനിവിടെ ഏത് വിശ്വാസവും സ്വീകരിക്കാം, പക്ഷേ ലീഗലി അത് തെളിയിക്കണമെങ്കിൽ മതം, അതുകൊണ്ടാണല്ലോ മതത്തിന് പ്രത്യേക രീതിയിലുള്ള പ്രൊസീജിയർ ഉള്ളത്. ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇസ്ലാമിൽ വിശ്വസിക്കാം. പക്ഷേ നിയമപരമായി അത് തെളിയിക്കാൻ അതിനുള്ള, അതുകൊണ്ട് നിയമപരമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. നിയമപരമായി തെളിയിക്കപ്പെടേണ്ടത് ഞങ്ങളുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത് ആവശ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും അവർ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അവർ നൽകുമല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ തന്നെ, ഞാൻ SH കോൺഗ്രിഗേഷനിലാണ്, ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സ് ജാൻസിയിൽ വെച്ച് ഇതുപോലെ തന്നെ ട്രെയിനിൽ വെച്ച് 4 പേര് ഇതേപോലെ തന്നെ ഈ പ്രവർത്തകര് 4 വർഷം മുൻപ് ഇതേപോലെ അവർ ആക്രമിക്കപ്പെട്ടു. ആ സമയത്ത് തന്നെ അവരുടെ ബാപ്റ്റിസം താങ്കളുടെ റായ്പൂർ അതിരൂപതയുടെ എനിക്ക് തന്നെയാണോ എന്ന് സംശയമുണ്ട്. അന്ന് പറയുണ്ടായി, ഇവർ മതം മാറിയിട്ടുണ്ട്, പക്ഷേ വേണ്ടി അവർ പേര് മാറ്റാത്തതാണ് ശരിയാണോ സിസ്റ്ററെ? കേട്ടില്ല, ശരി കേട്ടില്ല ബാബു. അതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നമുണ്ട്. അല്ല, ഝാൻസിയിൽ നേരത്തെ നടന്ന ആ സംഭവം എങ്ങനെയാണ് സിസ്റ്റർ? ഇതേപോലെ തന്നെയാണെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. ഇതുപോലെ യാത്ര ആരംഭിച്ചു. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനോടൊപ്പം യാത്ര ചെയ്ത ഞങ്ങളുടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടികളെ മതം മാറ്റാൻ കൊണ്ടുപോകുന്നതാണ് എന്ന് പറഞ്ഞ് ബജരംഗ പ്രവർത്തകര് യാത്രയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഒരു സന്ധ്യാസമയത്താണെന്ന് ഓർക്കണം, അവരെവിടെന്നോ അവര് അറിഞ്ഞ് അവിടെ പാഞ്ഞെത്തി ഇതുപോലെ ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കി അവരെ നേരെ ഇതുപോലെ ജയിലിലേക്ക് കൊണ്ടുപോയി ചെയ്തു. ആ സിസ്റ്റേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്, നമ്മളിപ്പോ പോകുന്ന യാത്രയ്ക്ക് ഉടനീളം എന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അടക്കം കൊണ്ടുപോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു മതേതര രാജ്യത്ത്, ഞാൻ പറഞ്ഞോട്ടെ സാർ, എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പോലെ ഞാൻ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സിന്റെ അവരുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അവർ അയച്ചു കൊടുത്തു. ആ അയച്ചു കൊടുത്തതിലാണ് അന്ന് അവരെ അവിടെ നിന്ന് വിട്ടത്. അന്നത്തെ കേസ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നോക്കണം, അവർ ജോലി ചെയ്യാൻ പോകുന്നവരാണ്, അല്ലാതെ ഞങ്ങളുടെ കോൺവെന്റിൽ ചേർക്കാനോ ആ ഒരു ഫോർമേഷന് വേണ്ടി പോകുന്നവരല്ല. ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്ന കുട്ടികളാണ് അവര്. അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടെ അവരുടെ സഹോദരൻ കൂടെയുണ്ട്, വേറെ ആരുമല്ല അത്. ആ കൂട്ടത്തിൽ വന്ന 3 പേര് വന്ന ഒരു പെൺകുട്ടിയുടെ സഹോദരനാണ് കൂടെയുള്ളത്. എന്നിട്ട് അവൻ എത്ര തുക കിട്ടി? നിങ്ങൾ അവിടെയുള്ള കമന്റ്സ് കേട്ടു നോക്കണം. അവനോട് ചോദിച്ചത് എന്താണ്? ഭീഷണിപ്പെടുത്തി, നിനക്ക് എത്ര തുകയാണ് തന്നത്? ഈ രീതിയിൽ അവരെ വളരെ കുറേ അക്രമാസക്തരായി
അവിചാരിതമായിട്ട് ഒരു കൂട്ടരെ ആക്രമിക്കുമ്പോൾ അവര് പതറിപ്പോകും സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെയുള്ള പ്രവർത്തനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു കാര്യം കൂടെ നേരത്തെ സാറിനോട് ചോദിക്കാനുണ്ട്. നമ്മുടെ ജയസൂര്യ സാറാണെന്ന് തൊട്ട് മുമ്പ് ഞാൻ ചോദിച്ച സാറും ബാബു സാർ പറയുമ്പോൾ മറ്റേ സാറിന് ഇതിന് ഉത്തരം തരാൻ പറ്റും. എന്റെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ജോലി തേടി ഒത്തിരി ട്രൈബ്സ് പോകുന്നുണ്ട്, ഒരുപാട് പേര് പോകുന്നുണ്ട്, പല വിധത്തിൽപ്പെട്ടവര്. അപ്പൊ ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ടാണോ? എന്റെ ഒരു ചോദ്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, അതോ ക്രിസ്ത്യൻ മൈനോറിറ്റിമാരുടെ അടുത്ത് പോകുമ്പോൾ മാത്രമാണോ ഇത്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് മാത്രമാണോ ഈ നിയമം കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ടത്? ശരി എത്രയോ പേര് സ്റ്റേറ്റ് മാറി ജോലിക്ക് ശ്രീ ജയസൂര്യൻ,